നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 5 പേജ് നമ്പർ 123 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ 5.33 ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 45 ഡിഗ്രി. അതായത് ഈ ആംഗിളാണ് എ ബി സി 45 ഡിഗ്രി, ഐ കെ ജെ 78 ഡിഗ്രി. ഈ ആംഗിള് ഫൈൻഡ് ആംഗിൾ ജി ഇ എച്ച്, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെന്താണ് എച്ച് ഇ എഫ്, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എഫ് ഇ ഡി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ 3 ആംഗിളുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് 2 ആംഗിൾസുകളുടെ മെഷർമെൻറ്റുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ 45 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ 2 ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. നമുക്കിവിടെ സിംഗിൾ ആരോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 2 ആംഗിൾസ് എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഈ 2 ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ എ ബി സിക്ക് ഈക്വലാണ് ഡി ഇ ബി. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്തെഴുതാം? ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇ ബി. കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നോക്കിയേ, എ ബി സി 45 ഡിഗ്രി ആണ്. സോ ആംഗിൾ ഡി ഇ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? 45 ഡിഗ്രി. ആംഗിൾ ഡി ഇ ബി 45 എന്ന് കിട്ടി. ഇത് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 45 ആണെങ്കിൽ ആംഗിൾ ജി ഇ എച്ച് എന്തായിരിക്കും? 45 ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ആംഗിൾ ജി ഇ എച്ച് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഐ കെ ജെ എന്തിന് ഈക്വലാണ്? ജി ഇ കെയ്ക്ക് ഈക്വലാണ്. അപ്പോൾ ആംഗിൾ ഐ കെ ജെ ഇസ് ഇക്വൽ ടു ആംഗിൾ ജി ഇ കെ. അതും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ. ഇത് ട്രാൻസ്വേഴ്സലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ജി ഇ കെ എന്താണ്? ആംഗിൾ ജി ഇ കെ ഈസ് ഇക്വൽ ടു 78 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ജി ഇ കെ 78 ആയതുകൊണ്ട് അതിന് നേരെ വെർട്ടിക്കലി ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് എഫ് ഇ ഡി. എഫ് ഇ ഡിയും എന്തായിരിക്കും? 78 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ എഫ് ഇ ഡി ഈസ് ഈക്വൽ ടു 78 ഡിഗ്രി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഈ ആംഗിളും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ആംഗിളും കൂടെ മതി. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 3ഉം കൂടെ ചേരുന്നത് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതായത് ആംഗിൾ ജി ഇ എച്ച് പ്ലസ് ആംഗിൾ എച്ച് ഇ എഫ് പ്ലസ് ആംഗിൾ എഫ് ഇ ഡി. ആംഗിൾ എഫ് ഇ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ലീനിയർ പെയർ. ഇവിടെ നമുക്ക് 2 ആംഗിൾസിൻ്റെ മെഷർമെൻറ്റുകൾ അറിയാം. അത് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ജി ഇ എച്ച് 45 ഡിഗ്രി പ്ലസ് ആംഗിൾ എച്ച് ഇ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് എഫ് ഇ ഡി അറിയാം 78 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 45ഉം 78ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 78 പ്ലസ് 45. 8 പ്ലസ് 5 13, 7 8 12, 123. അപ്പോൾ 123 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 123 കിട്ടി. പ്ലസ് ആംഗിൾ എച്ച് ഇ എഫ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എച്ച് ഇ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ഇ എഫ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് 180. അപ്പോൾ എച്ച് ഇ എഫ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 123 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. 180 മൈനസ് 123 ഡിഗ്രി. 180 മൈനസ് 123 എന്ത് വരും? 57 ഡിഗ്രി.
അപ്പോൾ ആംഗിൾ എച്ച് എഫ് ഈസ് ഈക്വൽ ടു 57 ഡിഗ്രി. 3 ആംഗിളുകളും കിട്ടി. അപ്പോൾ 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടികൾ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതേപോലെ അടുത്ത ഒരെണ്ണം എന്താ നമ്മൾ പഠിച്ചത്? Sum of the interior angles on the same side of the transversal always add up to 180 degree. അപ്പോൾ ഇത് 3 എണ്ണം വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 3 ആംഗിളുകളും നമുക്ക് കിട്ടി.